ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ. ഇനി എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. പാവയ്ക്ക വെച്ചിട്ട് ഒരു തമിഴ് സ്റ്റൈലിൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അങ്ങനത്തെ കറി കഴിക്കാനായിട്ട് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പം ഞാൻ പാവയ്ക്ക അതിങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊന്നും മൂത്തിട്ടില്ല, അതുകൊണ്ട് ഞാനതൊന്നും കളയുന്നില്ല. ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഒന്ന് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ പാവയ്ക്ക കറിക്ക് അത്ര കയ്പ്പൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഈ പാവയ്ക്കയ്ക്ക് വേണ്ട ഉപ്പിട്ടിട്ടുണ്ട്. ഒരു ചട്ടി ചൂടാൻ വെച്ചു. 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലോട്ട് ചെറിയ ഉള്ളി 10-25 എണ്ണം ഉണ്ടാവും, അത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി രണ്ടും ഇട്ട് കൊടുക്കാം. ഇതൊന്നും വഴണ്ടി വന്നിട്ടുണ്ട്, മതിയാവും. ഇറക്കി വയ്ക്കാം. 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ചട്ടി വെച്ചിട്ട് അതിലോട്ട് 1/2 സ്പൂൺ ചെറിയ ജീരകം, 1/2 സ്പൂൺ ഉലുവ, വലിയ ജീരകം 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലോട്ട് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിലോട്ട് 2 പച്ചമുളക്, 1 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ടുള്ളൂ ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുള്ളൂ. തക്കാളി പേസ്റ്റാക്കിയത് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട്. ഈ അരപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. കേട്ടോ, അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ വലുപ്പത്തിലെടുത്ത വാളംപുളിയാണ്, അത് പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ എരിവും പാകത്തിന് ഉപ്പും ഒക്കെ കറക്റ്റാണ്, പുളിയൊക്കെ കറക്റ്റാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി കുറുകി ആ എണ്ണ അതൊക്കെ മേലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണവും ഭയങ്കര ടേസ്റ്റുമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിൽ ആ പാവയ്ക്ക ഇനി പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല, വെന്തതാണ്. ഇതിലിട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചാൽ മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെഡിയാണ്. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.